ഇന്നിപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നല്ല ടയേർഡാണ്, കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ എനിക്ക് കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. അതായത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ലൈക്ക് എനിക്ക് ഇപ്പം ബ്രൈറ്റ് ടു ബി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം സേവ് ദ ഡേറ്റും ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുവാണല്ലോ. അപ്പം ഞാൻ എൻ്റെ പെണ്ണ് കാണലിന് ഞാൻ തന്നെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ് തയ്ച്ചത്. സോ ഞാൻ വിചാരിച്ചു എൻ്റെ സേവ് ദ ഡേറ്റിനും ഞാൻ തന്നെ ഔട്ട്ഫിറ്റ് തയ്ക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ ഹാഫ് സാരിയാണ് ഉടുക്കുന്നത്. 2 ഷൂട്ടുണ്ടല്ലോ, അതിനകത്ത് ഒരെണ്ണത്തിൽ ഞാൻ ഹാഫ് സാരിയാണ് ഉടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അനന്തു തന്നെ എനിക്ക് വാങ്ങിച്ച് തന്ന ഒരു ഹാഫ് സാരി, ഒരു ധാവണിയുടെ സെറ്റ് ഉണ്ട്. പക്ഷെ അത് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പം അത് അതിൻ്റെ സ്കേർട്ട് മാത്രമേ ഞാൻ തയ്ക്കുന്നുള്ളൂ. കാരണം എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ അത്ര കോൺഫിഡൻസ് ഇല്ല. സോ സ്കേർട്ട് മാത്രമേ തയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കരുതി അത് തയ്ക്കാന്നുള്ളത്. പക്ഷേ ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്. തയ്ച്ച് തീരുമെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ഇന്ന് തുടങ്ങി വെക്കാമെന്ന് കരുതി. കാരണം ഇപ്പം മഴയില്ലാത്ത സമയമായതുകൊണ്ട് അവരിനി എപ്പം ഷൂട്ടിന് വിളിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. സോ നേരത്തെ തയ്ച്ച് വെച്ചാൽ അത്ര നല്ലതല്ലേ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ധാവണി സെറ്റ്. ഇത് നേവി ബ്ലൂ കളറിലെ സ്കേർട്ടും യെല്ലോ കളറിലൊരു മസ്റ്റാർഡ് യെല്ലോ ആ കളറിലെ ദുപ്പട്ടയാണ് വരുന്നത്. സോ ഇത് പ്യുർ കോട്ടൺ ആണ് കേട്ടോ. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. ലേഡാർല എന്നാണ് തോന്നുന്നു പേര്, എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇതെൻ്റെ കൈ കിട്ടിയിട്ട് കുറേ നാളായി, ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് നമുക്കിത് തയ്ക്കാം. ഇതാണ് സാധനം. ഇതിൻ്റെ ബോർഡർ വരുന്നത് എങ്ങനെയാണ് കേട്ടോ, ഒരു മസ്റ്റാർഡ് യെല്ലോ തന്നെയാണ് തോന്നുന്നു. ഇത്രയും നല്ല വീതിയുള്ള ബോർഡറാണ്. അപ്പം ഇത് ആക്ച്വലി ഫുൾ 5 മീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഇതിനകത്ത് ബ്ലൗസ് പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പം ഞാൻ മിക്കവാറും ഇതിനകത്ത് നിന്ന് ബ്ലൗസ് പീസ് കട്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് ബാക്കി പോർഷൻ നമുക്ക് സ്കേർട്ടിന് തയ്ക്കാം. ഇതാണ് അതിൻ്റെ ധാവണി. ഇതിനകത്ത് ബോർഡറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ തന്നത്. പിന്നെ അതിന് തന്നെ ബോർഡറൊക്കെ സ്റ്റിച്ച്ഡ് ആണ്. ഇത് പക്ക ഫുൾ സ്റ്റിച്ച്ഡ് ആയിട്ടാണ് തന്നേക്കുന്നത്. സ്കേർട്ടും ബ്ലൗസും മാത്രമേ ഉള്ളൂ നമുക്ക് തയ്ക്കേണ്ടത്. നല്ല നീളമുണ്ട് കേട്ടോ, ഇത്രയുണ്ട് ഗൈസ്. അപ്പം റൂം ക്ലീൻ ആക്കണം. പക്ഷേ ഇപ്പം എനിക്ക് തയ്ക്കാൻ ത്വരമൂത്ത് നിൽക്കുന്നത് കൊണ്ട് ഞാൻ തയ്ക്കാൻ പോവാണ്. റൂം അതിനുശേഷം ക്ലീൻ ആക്കാം. കാരണം ബെഡ് കണ്ടല്ലോ അവസ്ഥ. അപ്പം എനിക്ക് എന്തായാലും കിടക്കുന്നതിന് മുന്നേ ക്ലീൻ ആക്കിയേ പറ്റുള്ളൂ. അപ്പം നമുക്ക് തയ്ക്കാം. സോ ഗൈസ്, നമുക്ക് ഇതിനകത്തുനിന്ന് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വെട്ടിയെടുക്കണം കേട്ടോ. ബ്ലൗസിന് ഞാൻ 1 മീറ്റർ എടുക്കുന്നുള്ളൂ. നമുക്കത് കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് സ്കേർട്ട് തയ്ക്കാം. സോ ബ്ലൗസിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തുണിയിൽ പ്ലീറ്റ്സ് എടുക്കുന്നതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അത് കുറച്ച് കാൽക്കുലേഷനൊക്കെ ഉള്ള പരിപാടി കേട്ടോ. അപ്പം അതൊക്കെ ഞാനൊന്ന് മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനങ്ങനെ പ്രൊഫഷണൽ തയ്യൽക്കാരിയൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ, ഇപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ തയ്ക്കാറുള്ളൂ. അപ്പോൾ ഇതും യൂട്യൂബൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ്സ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് തുണിയുടെ മാർക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് തയ്ക്കാം. ഇത് ഞാനിപ്പം ബ്ലൗസ് പീസ് വെട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ഇതിനകത്തിപ്പം 4.5 മീറ്റർ ഉണ്ട്. അപ്പം ആദ്യം എനിക്കിതിൻ്റെ ലെങ്ത്താണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പം ഞാനൊരു 40 ഇഞ്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ലെങ്തായിട്ട് കിടക്കുന്നത് ഇഷ്ടം. അപ്പോൾ 40 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് 40 ഇഞ്ച് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനകത്ത് എൻ്റെ 2 ഇഞ്ചിൻ്റെ വേസ്റ്റ് ബെൽറ്റും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ ലെങ്ത് വരും. പക്ഷെ എനിക്ക് ലെങ്ത് ഉള്ളത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ 40 ഇഞ്ച് തന്നെ കട്ട് ചെയ്യണം. അല്ലാത്ത പക്ഷെ 39 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വേസ്റ്റ് ബെൽറ്റ് ഞാനൊരു 2 ഇഞ്ചാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് നമുക്ക് വേസ്റ്റ് ബെൽറ്റിന് തികയും. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷനിൽ പ്ലീറ്റിന് അളവെടുക്കണം. അപ്പം അതിന് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി അത് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം അതിനി ഇതിനകത്തോട്ട് വരച്ചെടുത്തിട്ട് നമുക്ക് പ്ലീറ്റ് എടുക്കണം. ഇത് കണക്ക്
അപ്പോഴത്തേക്ക് ഞാൻ ഫുൾ ഇനി സ്കേർട്ടിൻ്റെ ഈ ലെങ്ത് ഫുള്ള് ചെയ്യണം. ചെയ്തിട്ട് നമുക്ക് പ്ലീറ്റ് ഇടാം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ വേസ്റ്റ് സൈസ് കറക്റ്റ് എടുക്കാറില്ല, കുറച്ചും കൂടെ ഒരു 2-3 ഇഞ്ച് കൂടുതൽ എടുക്കും. കാരണം എങ്ങാനും അളവ് തെറ്റിപ്പോയാൽ ഇടാൻ പറ്റുള്ളൂ, അതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പം ആക്ച്വലി എൻ്റെ വേസ്റ്റ് സൈസ് 30 ആണ്, പക്ഷേ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ എടുത്തേക്കുന്ന 36 ആണ്. അപ്പോൾ 36 വെച്ചിട്ടുള്ള അളവുകൾ തന്നെ ഞാനത് മെഷർ ചെയ്ത് എടുത്തേക്കുന്നത്. ഞാൻ കറുപ്പ് നൂലാണ് കേട്ടോ എടുത്തേക്കുന്നത്. കറുപ്പാകുമ്പം ഈ കളറിൻ്റെ കൂടെയും പോവും, ബാക്കിയുള്ളതിനെ യൂസ് ചെയ്യും. ഇത് യൂണിവേഴ്സൽ കളറാണ് ഗൈസ് കറുപ്പ്. അപ്പം ഞാൻ കറുപ്പാട്ടോ എടുത്തേക്കുന്നത്. സോ ഗൈസ്, ഞാൻ പ്ലീറ്റൊക്കെ എടുത്തു, തേക്കാൻ വരെ പോയി. പക്ഷെ തേച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായി അത് ഇച്ചിരി പാടായിരുന്നു തേക്കാൻ. അപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം ഇതിൻ്റെ അടിയിൽ ഞാൻ കണ്ടോ ഇത് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചേക്കാണ്. എൻ്റെ കയ്യിൽ മുട്ടുപിൻ ഉണ്ടായിരുന്നില്ല. അപ്പം മുകളിൽ ഓൾറെഡി നമ്മൾ പ്ലീറ്റ് എടുത്ത് തയ്ച്ച് വെച്ചേക്കുമായിരുന്നല്ലോ. എന്നെ കാണിച്ചു കണ്ടോ, പ്ലീറ്റ് എടുത്ത് ഞാൻ തയ്ച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പം താഴോട്ടും കൂടെ അതേ പ്ലീറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ സ്റ്റാപ്ലർ കൊണ്ട് പിൻ ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് തേക്കാൻ എളുപ്പമുണ്ട്. അല്ലാതെ ഞാൻ തേക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. ഇനി തേക്കണം, തേച്ചിട്ട് വേണം ബാക്കി ബെൽറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട്. ബാക്കി അപ്പം നമുക്ക് നാളെ ചെയ്യാം. ഇന്നിപ്പോൾ ഇനി ഞാൻ റൂം മൊത്തവും ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ഫൈനൽ റിസൾട്ട് നമുക്ക് നാളെ കാണാം. സോ യെസ്, ഇന്നിപ്പം ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് കണക്ക് ഇന്ന് നമുക്ക് അയണിങ്ങും പിന്നെ വേസ്റ്റ് ബെൽറ്റും വെക്കാനുണ്ട്. ഞാൻ പിന്നെ ഒരു കാര്യം വിട്ടുപോയി, വേസ്റ്റ് ബെൽറ്റ് മാത്രം വെച്ചാൽ പോരാ, എൻ്റെ കൂടെ എനിക്ക് വള്ളിയും കൂടെ വെക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടിയിലേക്ക് പോവാം. സോ നമ്മൾ പാവാട തയ്ച്ചു, അതിൻ്റെ വേസ്റ്റ് ബെൽറ്റ് തയ്ച്ചു. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് വള്ളിയാണ്. അപ്പോൾ ഇത് ബാക്കി വന്ന തുണിയാണ് കേട്ടോ. ഇതിനകത്ത് നിന്ന് ഓൾറെഡി ഞാനിപ്പം വള്ളിക്കുള്ളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും വരും. ഇതും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പാവാടേനകത്തോട്ട് ആഡ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ പാവാട റെഡിയായി, അതിനിടാനുള്ള വള്ളി റെഡിയായി. അപ്പോൾ ഇതിനി ഇതിനകത്തോട്ട് കയറ്റിയിടണം. അത്രയും കൂടെ ഉള്ളൂ. പിന്നെ നമുക്ക് പാവാടയുടെ സൈഡും കൂടെ അടിക്കാനുണ്ട് കേട്ടോ. എന്നത് മറന്നുപോയി, ഇതും കൂടെ അടിക്കാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ സ്ലിപ്പ് ഒന്നും വെക്കുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ സാധാ ഒരു പാവാട, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇതും കൂടെ ഇട്ടിട്ട് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ആൻഡ് യെസ്, നമ്മുടെ പാവാട ഞാൻ തയ്ച്ച് കഴിഞ്ഞു. ഞാൻ ഇനി ഇതിപ്പം ബ്ലൗസ് തയ്ച്ചിട്ടില്ലല്ലോ, അപ്പം ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഉടുപ്പിൻ്റെ മുകളിൽ തന്നെ ഞാൻ പാവാട ഇട്ട് കാണിക്കാം. പക്ഷേ ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല. നമ്മൾ സാധാരണ അതിൻ്റെ അടിയിൽ സാധാ അണ്ടർസ്കേർട്ടാണ് ഇടുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വോളിയം തോന്നിക്കും. അപ്പോൾ മാത്രമല്ല കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം അതാണ്. ലൈനിങ് വെക്കുമ്പോൾ കുറച്ചും കൂടെ ഹെവി ആവും പാവാട. അപ്പോൾ നമ്മൾ പൊതുവേ അണ്ടർസ്കേർട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല അതുകൊണ്ട്. സോ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഉടുപ്പിൻ്റെ മുകളിൽ ഇട്ട് കാണിച്ചു തരാം.